എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന പരിസര പഠനം ക്ലാസ്സിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ്. ആദ്യമായി ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു. നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റത്തിൻ്റെ ഗംഭീര സ്വരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനതയെ ഏകോപിപ്പിച്ച് സമരം നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം രാജ്യമാകെ അലയൊലി സൃഷ്ടിക്കുക തന്നെ ചെയ്തു. ഓഗസ്റ്റ് 8 കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗീകരിച്ച പുത്തൻ സമരമാർഗത്തിന്റെ ഭാഗമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം. മുംബൈയിലെ ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്ത് നടന്ന വമ്പൻ പൊതുസമ്മേളനത്തിലാണ് ഈ മുദ്രാവാക്യം ഉയർന്നത്. ഇന്ത്യ വിടുകയെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നതിനോടൊപ്പം ഇന്ത്യക്കാരുടെ മനസാക്ഷിയെ ഉണർത്താനും കോൺഗ്രസിനെ നയിച്ച മഹാത്മാഗാന്ധി ഉറപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അതേ വേദിയിൽ തന്നെ മറ്റൊരു മുദ്രാവാക്യം കൂടി പിറവിയെടുത്തു: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി ഉടലെടുത്ത പ്രധാന സമരമാർഗങ്ങളിൽ ഒന്നുകൂടിയാണിത്. സമരപ്രഖ്യാപനം നടത്തിയതിന് അടുത്ത ദിവസം തന്നെ, അതായത് ഓഗസ്റ്റ് 9 തന്നെ, ബ്രിട്ടീഷ് അധികാരികൾ ഗാന്ധിജിയെയും പ്രമുഖ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അധികാരികൾ അടിച്ചമർത്തൽ നയം സ്വീകരിച്ചതോടെ ഗാന്ധിജിയുടെ അഹിംസ മറന്ന ജനത തീവ്രമായി തിരിച്ചടിച്ചു. രാജ്യം മുഴുവൻ അക്രമത്തിന്റെ പാതയിലൂടെ സമരക്കാർ ബ്രിട്ടീഷ് നയങ്ങളെ എതിർത്തു. പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ പകച്ച ബ്രിട്ടീഷ് ഭരണകൂടം ജയിലിനുള്ളിലുള്ള നേതാക്കൾക്ക് നേരെ തിരിഞ്ഞു. അന്യായമായി ജയിലിൽ തടഞ്ഞുവെച്ച നേതാക്കളുടെ മോചനത്തിനായി ഗാന്ധിജി 21 ദിവസം ജയിലിനുള്ളിൽ നിരാഹാര സമരം നടത്തി. 1943 മാർച്ച് 3 ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിച്ചു. ഗാന്ധിജിയുടെ പുത്തൻ സമരമാർഗത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ തോൽവി വഴങ്ങി. മറ്റൊരു പ്രവർത്തനമായിരുന്നു സമരങ്ങളുടെ പട്ടിക ക്വിറ്റ് ഇന്ത്യ സമരവും ചേർത്ത് വിപുലമാക്കുക. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സമരം, ഉപ്പ് സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയവയെല്ലാം ചേർത്ത് ഒരു പട്ടിക രൂപപ്പെടുത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതും ചേർക്കാം. സമരം ക്വിറ്റ് ഇന്ത്യ സമരം വർഷം 1942 രാജ്യവ്യാപകമായിട്ടായിരുന്നു സമരം നടന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്തിമ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സമരാഹ്വാനം. അറസ്റ്റിലായ ഗാന്ധിജി ജയിലിനുള്ളിൽ 21 ദിവസം നിരാഹാര സമരം. ഗാന്ധിജിയുടെ പുത്തൻ സമരമാർഗത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ തോൽവി സമ്മതിച്ചു. അടുത്തത് സ്വാതന്ത്ര്യദിന ക്വിസ് ചോദ്യങ്ങൾ വിപുലപ്പെടുത്തുക എന്നായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സ്വാതന്ത്ര്യദിന ക്വിസ് ചോദ്യങ്ങൾ തന്നിരുന്നു. അതിനോടൊപ്പം നമുക്കിതും ചേർക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യ സ്വതന്ത്രയായതെന്ന്. 1947 ഓഗസ്റ്റ് 15. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നതെന്ന് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി നടത്തിയ സമരാഹ്വാനം എന്ത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഭഗത് സിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യക്കാരിയായ ആദ്യത്തെ വനിതാ അധ്യക്ഷ സരോജിനി നായിഡു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് സ്വാതന്ത്ര്യദിന പതിപ്പ് തയ്യാറാക്കാം. സ്വാതന്ത്ര്യദിന പതിപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ, കുറിപ്പുകൾ, പ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ, സ്വാതന്ത്ര്യ സമര ഗീതങ്ങൾ, മുദ്രാഗീതങ്ങൾ, മഹത്വചനങ്ങൾ, സ്വാതന്ത്ര്യ സമര ക്വിസ് ചോദ്യങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്താം. കൂടാതെ ചിത്രങ്ങളും കൂടി വരച്ച് പതിപ്പ് മനോഹരമാക്കാവുന്നതാണ്. ഇത്രയൊക്കെയായിരുന്നു ഇന്ന് നടന്ന ആക്ടിവിറ്റീസ്. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.